മീററ്റില് മർച്ചന്റ് നേവിക്കാരനായ ഭർത്താവിനെ കഷ്ണങ്ങളാക്കിയ മകളെ തൂക്കിലേറ്റണം എന്ന് പ്രതിയായ മുസ്കാന്റെ മാതാപിതാക്കൾ തന്നെ അവകാശപ്പെട്ട് രംഗത്ത് വരുന്നു. ഇന്ന് മനുഷ്യൻ പല സാഹചര്യങ്ങളിലും നമ്മളെടുത്ത് നോക്കിയാൽ ഇതൊരു വല്ലാതെ ടെററായി മാറുകയാണ്. അതിൽ ഒരു പരിധിവരെ സിനിമ അവരിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയേക്കാം. എന്തായിരുന്നാലും ശരി, എന്ത് ചെയ്യാനും മടിയില്ലാത്ത ഒരു പ്രകൃതമായി മാറിയിരിക്കുന്നു. മാതാപിതാക്കൾ പറയുന്നു അവൾക്ക് ജീവിക്കാൻ ഇനി അവകാശമില്ല. പ്രാദേശിക വാർത്താ ചാനലിനോടാണ് അവർ വൈകാരികമായി സംസാരിച്ചത്. ഭർത്താവ് സൗരഭ് ലണ്ടനിലേക്ക് പോയ ശേഷം അവൾ എല്ലാവരിൽ നിന്നും മാറി വേർപിരിഞ്ഞാണ് താമസിച്ചിരുന്നത്. 1 വർഷം മാത്രമാണ് ഭാര്യ മാതാപിതാക്കൾക്കൊപ്പം ജീവിച്ചത്. മരുമകൻ അവളെ ഏറെ സ്നേഹിച്ചിരുന്നു. അവൻ മാതാപിതാക്കളുടെ കോടിക്കണക്കിന് സ്വത്തുക്കൾ അവൾക്കായി വേണ്ട എന്ന് വെച്ച് മാറി അവളോടൊപ്പം ജീവിക്കാൻ തീരുമാനിച്ച വ്യക്തിയാണ്. ഞങ്ങളുടെ മകൾ വെറും മോശക്കാരിയായിരുന്നു എന്ന് മാതാപിതാക്കൾ. അവൾക്ക് ജീവിക്കാനുള്ള അവകാശമില്ല, അവളെ തൂക്കിലേറ്റണമെന്നാണ് മാതാപിതാക്കൾ പറഞ്ഞത്. എന്നാൽ അതേസമയം മീററ്റിലെ ഒരു കോടതിക്ക് പുറത്ത് മർച്ചന്റ് നേവി ഓഫീസർ സൗരഭ് രജ്പുത് ഈ കൊലക്കേസിലെ പ്രതികളായിട്ടുള്ള മുസ്കാൻ റസ്തോഗിയെയും സാഹിൽ ശുക്ലയെയും ഒരു കൂട്ടം അഭിഭാഷകർ വളഞ്ഞിട്ട് പ്രഹരിച്ചു. മീററ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളുമായി മടങ്ങുന്നതിനിടയിലായിരുന്നു മർദ്ദനം. 2 പ്രതികളെയും പോലീസ് വളരെ കഷ്ടപ്പെട്ടാണ് പിടിച്ചു നിർത്തിയത്.